ഹായ് ഗൈസ്. അപ്പോൾ ഞാൻ ഫിനാലേക്ക് പോകാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അനിയനും ഉണ്ട്, കുറേ പേര് അനിയൻ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ഒരു ഹൈ പറ റസിമോൻ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇവൻ എന്നെ ഇപ്പോൾ കൊണ്ട് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യും. അവിടുന്ന് ഞാൻ നേരെ ചെന്നൈക്ക് പോയിട്ട് നാളെ എനിക്ക് ആക്ച്വലി ഒരു എക്സാം ഉണ്ട്. ചെന്നൈ തമിഴ്നാട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് യൂണിവേഴ്സിറ്റിയിൽ പോയി എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം തിരിച്ച് അവിടുത്തെ ഹോട്ടലിൽ പോയതിന് ശേഷം പിറ്റേ ദിവസം എൻട്രി ചെയ്യും. അപ്പോൾ പോകുന്നതിന് മുന്നേ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. യെസ്, അപ്പോൾ ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി അപ്പോൾ പോകുന്ന വഴിയുള്ള വിശേഷങ്ങളൊക്കെ കണ്ട് നമുക്ക് പോകാം. അപ്പോൾ അടുത്തയിലേക്ക് വരാം. അപ്പോൾ ഞങ്ങൾ ഇനി എയർപോർട്ട് എത്തിയിട്ട് അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. അതിന് മുന്നേ ആരൊക്കെ വരുന്നുണ്ട്? നിൻ്റെ ഫ്രണ്ട്സ് ആരാ വരുന്നത്? എൻ്റെ ഫ്രണ്ട്സും വരുന്നുണ്ട്, അവൻ്റെ ഫിയാൻസിയും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരും കൂടി കയറി കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, കൊള്ളാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഫ്രണ്ട്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹായ് പറയൂ ഗൈസ്. ഹലോ. ഹായ് ഗൈസ്. പേര് പറയൂ. എൻ്റെ പേര് ഫർസ്. ബ്രോ പേര് പറയൂ. മാലിക്. നസ്രി. ഇതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ അനിയൻ്റെ ഫ്രണ്ട്സ് അല്ല, ഫ്രണ്ട്സ് എന്നാണ് അവൻ പറയുന്നത്. ഫ്രണ്ട്സ് അല്ല, അവളാണ് ഈ അവൾ. എല്ലാരും ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതാണ് എന്റെ അനിയൻ കെട്ടാൻ പോകുന്ന പെണ്ണ് ഗൈസ്. ഇതാണ് അനിയ മോനെ. നീ അങ്ങനെ ഇവന് ചെയ്യുന്നൊരു പരിപാടിയാണ്. എന്റെ കൂടെ വന്നിട്ട് എല്ലാവരും ഇവന്റെ കൂടെ സെൽഫി എടുക്കും. അപ്പൊ എല്ലാവരും മനസ്സിലാക്കാം, എന്റെ അനിയന്റെ കല്യാണം ഉറപ്പിച്ചതാണ്. ഇതാണ് പെൺകുട്ടി. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇവിടേക്ക് ആയിട്ട് ചില്ല് ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ്. തോപ്പുംപടി ഹാർബർ പാലത്തിൽ കൂടിയാണ് ഇപ്പൊ പോകുന്നത്. പാലം കഴിഞ്ഞോണ്ടിരിക്കുന്നു. ഇനി എയർപോർട്ടൊക്കെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. യെസ് ഗൈസ്, അങ്ങനെ ഞങ്ങൾ വേർഡ്സ് ഫസ്റ്റ് എയർപോർട്ട് ഫുള്ളി പവർഡ് ബൈ സോളാർ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് എത്തിയിരിക്കുകയാണ്. അങ്ങനെ പകുതി എത്തിയപ്പോഴേക്കും എനിക്ക് ബോറടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എടാ നീ അങ്ങോട്ട് മാറ്, ഞാൻ വണ്ടി ഓടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വണ്ടി ഓടിക്കാൻ കയറി. അപ്പോൾ ടെർമിനൽ 1 ആക്ച്വലി നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഇതെൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിലൂടെയാണ് ഞാൻ ഫസ്റ്റ് ടൈം ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് ബിഗ് ബോസാണ് എനിക്ക് അങ്ങനെ ഒരു അവസരം തന്നത്. അപ്പോൾ ആദ്യത്തെ തവണ പോയപ്പോൾ എനിക്കൊരു പിടുത്തം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ അനിയൻ പറഞ്ഞു തന്നു എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യണതെന്നുള്ളത്. അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഈ തവണയും അതുപോലെ തന്നെ ഒറ്റയ്ക്കാണ് പോയത്. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. തനിയെ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ പോയി. അപ്പോൾ ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് എനിക്കിങ്ങനെ ഫ്ലൈറ്റ് യാത്ര ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ കിട്ടിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ എയർപോർട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ പോവാണ്. പെട്ടിയും കൂടി എടുത്തിട്ട് പോവാം അല്ലേ ഗൈസ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോവാണ്. എയർപോർട്ട് എത്തി ചെക്ക് ഇൻ ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, കിട്ടി, ബോർഡിംഗ് ബസ് കിട്ടി. അപ്പോൾ ഇനി ഗേറ്റ് 2ലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗേറ്റ് 2 ഇതാണ് നമ്മുടെ പോകേണ്ടത്. ഗേറ്റ് 2 അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയിട്ട് എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ നല്ല ചമ്മലുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വിൻഡോ സീറ്റ് തന്നെയാണ് കിട്ടിയത്. കഴിഞ്ഞ പ്രാവശ്യം പോയ സമയത്ത് വിൻഡോ സീറ്റ് തന്നെയായിരുന്നു. പക്ഷെ നൈറ്റായിരുന്നു പോയത്. അപ്പോൾ നൈറ്റ് പോയതുകൊണ്ട് തന്നെ അധികം വ്യൂ ഒന്നും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ആക്ച്വലി ഇതിൽ കയറിയിട്ട് നല്ല ക്ഷീണമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കിടന്നുറങ്ങാം എന്നുള്ള ആറ്റിറ്റ്യൂഡിലൊക്കെയാണ് പോയത്. പക്ഷേ ഉറക്കമൊന്നും ശരിയായില്ല. പക്ഷേ പെട്ടെന്ന് തന്നെ ചെന്നൈ എത്തിയിട്ട് അത്യാവശ്യം നല്ല വ്യൂ ഉണ്ടായിരുന്നു. മേഘത്തിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുത്തിരുന്നു, പക്ഷെ അത് കാണുന്നില്ല കഴിച്ച്. അത് ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടി മാത്രമായിട്ടുള്ളത് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കിട്ടിയിട്ടുണ്ട്, യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് ഇടാം. ഇത് കുറച്ച് ടാസ്ക്കായിരുന്നു. ഞാൻ അവിടെ എത്തിയതിന് ശേഷം നമുക്ക് 3ാമത്തെ ഇതിലായിരുന്നു നമ്മുടെ ലഗേജ് വരുന്നത്. അങ്ങനെ ലഗേജിന് വേണ്ടി കുറേ നേരം കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. യെസ് ഗൈസ്, അപ്പോൾ ഞാൻ ചെന്നൈയിലെത്തിയിട്ട് എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഗായത്രി. ഞങ്ങൾ 10ാം ക്ലാസ്സിൽ ഒരുമിച്ച് ഓരോ ട്യൂഷൻ ക്ലാസ്സിലുണ്ടായതാണ്. TV ഒക്കെ ഇരുന്നിട്ട് പിന്നെന്താ 10ാം ക്ലാസ്സിൽ ഒരുമിച്ചുണ്ടായതാണ്. അതിനുശേഷം ട്യൂഷൻ ക്ലാസ്സിൽ ഒരുമിച്ചുണ്ടായത്. അതിനുശേഷം ഞങ്ങൾ +1 +2 ഒരേ ക്ലാസ്സിൽ ഒരേ സബ്ജക്റ്റ് എടുത്ത് പഠിച്ചത്. ഗായത്രി, ഹായ് ഗായത്രി. ഹായ്. അപ്പോൾ ഗായത്രി മാരേജ് കഴിഞ്ഞിട്ട് ചെന്നൈയിൽ ഹസ്ബൻഡും കുട്ടീനൊക്കെ ആയിട്ട് സെറ്റിൽഡ് ആണ്. അങ്ങനെ നാളെ എനിക്ക് എക്സാം എഴുതാൻ പോകാൻ വേണ്ടി ഗായത്രിയുടെ വീട്ടിൽ തന്നെ കൊണ്ടുവന്നു.
നാളെ എന്നെ കൊണ്ടാക്കി തരില്ലേ? അതോ എന്നെ സെറ്റാക്കി തരില്ലേ കാര്യങ്ങളൊക്കെ? യെസ്, ഗായത്രി എല്ലാം സെറ്റാക്കി തരുന്നതാണ് പറയുന്നത്. അപ്പോൾ ഞാനിനി കുറച്ച് മുടിയൊക്കെ കുടുങ്ങി. ഇവളിനി കുട്ടിയും ഹസ്ബൻഡൊക്കെ വന്നിട്ട് ഒന്നും കൂടി വരാം. പിന്നെ കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ട്. ഇപ്പോഴാണെങ്കിൽ ഒന്ന് ബുക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കണം. നാളെ രാവിലെ വരെ ഇരുന്ന് പഠിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പഠിച്ച് എക്സാം എഴുതാൻ പോകണം. ചെന്നൈയിൽ തന്നെ തമിഴ്നാട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ കാണാം. ഓക്കെ ഗൈസ്, ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ നൈറ്റ് അവളെ ബേബി വന്നില്ല. ബേബി വേറെ വീട്ടിലായിരുന്നു. ഇവളും ഹസ്ബൻഡും മാത്രം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചു, സിനിമയൊക്കെ കണ്ട് കുറച്ച് നേരം ഞാനും പഠിച്ചു. എന്നിട്ട് കിടന്നുറങ്ങി. രാവിലെ ആയി. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്ലോക്ക് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലമായിട്ട് ബ്ലോക്കൊന്നുമില്ല. പക്ഷേ ചെന്നൈയിൽ ഇപ്പോൾ ഭയങ്കര ബ്ലോക്കാണ്. മിക്കപ്പോഴും ഭയങ്കര ബ്ലോക്കാണെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നേരത്തെ ഇറങ്ങി. ഇനി അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ കാണാം. ഗൈസ്, അവൻ്റെ എക്സാമും ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ തമിഴ്നാട് യൂണിവേഴ്സിറ്റി സ്പോർട്സ് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി. ഇത് അക്കാഡമിക് സെഷനാണ്. വലിയൊരു ഏരിയ കേട്ടോ. വലിയൊരു ഏരിയ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിയ ഏരിയയാണ്. ഇത് മാത്രമല്ല, ഗേറ്റ് അങ്ങറ്റം മുതൽ അവിടെ നിന്ന് ഗേറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ രാവിലെ വരുന്ന സമയം ലേറ്റ് ആയില്ലായിരുന്നു. പക്ഷെ എന്നാലും ടെൻഷനിലായിരുന്നു. എക്സാമിൻ്റെ ഇൻ്റർവ്യൂയുടെ കാര്യമൊക്കെ ആലോചിച്ച് ടെൻഷനിലായിരുന്നു. ഇവിടെ കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഒരുപാടുണ്ട്, ഈ ഏരിയ ഒക്കെ ഒരുപാടുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ കാണാൻ പറ്റുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഞാൻ അഡ്മിഷൻ കിട്ടിയാൽ നമുക്ക് പൊളിക്കാം. പിന്നെ കുറച്ച് ഡ്രൈ ഏരിയ പോലെ തോന്നിട്ടു. ഇവിടെ വരുന്ന വഴിക്കൊന്നും എവിടെ കടയോ കാര്യങ്ങളൊന്നും കണ്ടില്ല. ഇനി എൻ്റെ ഫുഡ് അടിയൊക്കെ എങ്ങനെ നടക്കുന്നു അല്ലിച്ചൊരു പേര്. എന്തായാലും അപ്പോൾ ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി. അവർ ലൊക്കേഷനിൽ നിന്ന് വണ്ടി വിടും. വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. വണ്ടി കയറിയിട്ട് ഞാൻ ചെറിയ എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ പറ്റുമൊന്നും ഇല്ല കേട്ടോ. ശരിക്കും വലിയ രീതിയിലൊന്നും ഇവിടെ ഒന്നും ഇല്ല കാണിക്കാൻ പറ്റിയതൊന്നും. എന്നാലും ഞാൻ കാണിക്കാം. ഓക്കെ, നല്ല വിശക്കുണ്ട്. രാവിലെ മുതലൊന്നും കഴിച്ചിട്ടില്ല. നല്ല വിശക്കുണ്ട്. പിന്നെ ഡ്രൈവറായിട്ടൊന്ന് വിളിച്ച് നോക്കട്ടെ. ഓക്കെ ഗൈസ്, സോ ടേബിൾ ടെന്നീസ് അക്കാഡമി കയറിയപ്പോൾ എടുക്കാൻ വിട്ടുപോയി. ഇതാണ് നമ്മുടെ ഗേറ്റ്. ഗേറ്റ് കാണുന്നില്ലല്ലോ, സോറി. ഹലോ, ഞാൻ പറഞ്ഞില്ലേ ബായ് ചേട്ടാ, ബായ്. ചേട്ടനൊക്കെ ബായ് കൊടുത്തിട്ടുണ്ട്. കഷ്ടപ്പാടാണ് ഗൈസ്, കഷ്ടപ്പാടാണ്. അത്യാവശ്യം ഒരു ഉള്ളിലേക്കുള്ള ഏരിയയിലായിട്ടാണ് ഇത് വരുന്നത്. കണ്ടില്ലേ, നല്ല വെയിലുണ്ട്. ഈ വെയിലത്ത് ഞാനിനി എങ്ങനെ സർവൈവ് ചെയ്യുമെന്നൊക്കെയാണ് ആലോചിക്കുന്നത്. കിട്ടിയാലാണ്, ഇതൊക്കെ കിട്ടിയാലേ ഉള്ളൂ. കിട്ടിക്കഴിയുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ നമ്മുടെ യൂണിവേഴ്സിറ്റി. ഇനി ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി പറയാണ്, ഹൗസിലുള്ളവരോട് എല്ലാവരും അന്വേഷണം പറയാം. കുറേ പേര് അന്വേഷണം പറയാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അന്വേഷണങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുന്നതാണ്. മറക്കരുത്, ഇതൊരു റിയാലിറ്റി ഷോ മാത്രമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ ഒരു റിയാലിറ്റി ഷോനെ കാണുക. ആരും ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ, നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ, ചീത്ത വിളിച്ചുകൊണ്ട് തെറി പറഞ്ഞുകൊണ്ട് എന്ത് കിട്ടുന്നു ഒന്നും കിട്ടാനില്ല. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് ചെയ്യാണ്ടിരിക്കുക മാക്സിമം. റിക്വസ്റ്റാണ് അത്. എനിക്കറിയാം അതിൻ്റെ അകത്ത് ഒരുപാട് പേർക്ക് പല ആൾക്കാരായിരിക്കും ഫേവറേറ്റ്സ്. അപ്പോൾ അവർ പുറത്തിറങ്ങി, ഫേവറേറ്റ് അല്ലാത്ത ആൾക്കാർ ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ അവരെ ഡീഗ്രേഡ് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത് അത്രയും നാളതിൻ്റെ അകത്ത് നിന്നിട്ട് പുറത്തേക്ക് വരുമ്പോൾ നമുക്കൊരു എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു ഹാപ്പി ലൈഫ് എന്നുള്ളൊരു സാധനം അതിൻ്റെ അകത്ത് ഭയങ്കര കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ആ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. അതെൻ്റെ ഭാഗത്തു നിന്നുള്ള റിക്വസ്റ്റാണ്. കുറേ പേര് അക്സെപ്റ്റ് ചെയ്യും, കുറേ പേര് അക്സെപ്റ്റ് ചെയ്യില്ല, അറിയാം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇനി ഞാൻ ഫിനാലേക്ക് പോയിട്ട് വരാം. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ശരി, ബായ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ടാറ്റാ, ബൈ, സീ യു.